ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. അലീന ബബിതയ്ക്ക് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് കൈ കെട്ടി കൊടുക്കുമ്പോൾ ബബിത പറയാണ്, എന്തിനാ എനിക്കിത്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട വേറെ ചിലരുണ്ടല്ലോ, അവർക്ക് കൊടുക്കായിരുന്നില്ലേന്ന്. അപ്പം അലീന പറയും, അതാരാടി എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, കൃഷ്ണയാണല്ലോ ചേച്ചിയുടെ പുന്നാരനിയത്തി, ഞാൻ വെറും പുറമ്പോക്കല്ലേ, ഞാൻ ചേച്ചീനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയാണ് ബബിതോട്, ശരിയാ, നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ശേഷം നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു, അതെനിക്ക് വലുതാണ്. എന്നിട്ട് ബൈബിളിൽ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കും, എന്തിനാ ഇപ്പം ഈ കഥയൊക്കെ ഇവിടെ പറയണം. അലീന പറയാണ്, എല്ലാവരും എന്നെ സ്നേഹിച്ചതിന് ഓരോ കാരണങ്ങളുണ്ട്, പക്ഷെ നീ ഒന്നും അറിയാതെ എന്നെ സ്നേഹിച്ചത്, അതിന് ഞാൻ വലിയൊരു വില ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന ഭയങ്കര ഇമോഷണലായി കരഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ട് അലീന റൂമിൽ നിന്ന് പോകുകയാണ്. അപ്പോൾ ബബിത അലീന കൊണ്ടുവന്ന ആ ഡ്രസ്സ് എടുത്ത് നോക്കിയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് കൃഷ്ണയുടെ അടുത്തേക്കാണ്. കൃഷ്ണ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പഠിത്തത്തിലാണല്ലോ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഫൈനൽ എക്സാം അല്ലേ, ഇതും കൂടി കഴിഞ്ഞാൽ 2 മാസം ഫ്രീ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇത് എവിടുന്ന, കല്യാൺ സിൽക്സ് എന്ന് ഞാൻ എടുത്തതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അപ്പം നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇത്രയും നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ കല്യാണിലേക്ക് പോയി, നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കാറുന്നില്ലേന്ന്. അപ്പം അലീന പറയാണ്, നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്ത് അച്ഛൻ അതിന് കാശ് കൊടുക്കും, അപ്പം ഞാൻ വേറെ ഷോപ്പിലേക്ക് പോയതാണ്, അപ്പോൾ അവിടെ പോയപ്പോൾ അച്ഛൻ കാശ് കൊടുത്തില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ല് പേ ചെയ്തതിന് ശേഷം അച്ഛനോട് പറഞ്ഞത്, അതുകൊണ്ട് അച്ഛന് കാശ് കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ആ കയ്യിലുള്ള ബുക്കൊക്കെ അലീനയ്ക്ക് പിടിക്കാൻ കൊടുത്തിട്ട് കൃഷ്ണ ആ ഡ്രസ്സ് എടുത്ത് നോക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ കൃഷ്ണ പറയാണ്, ഇതിപ്പോൾ ഞാനല്ല അഭിപ്രായം പറയേണ്ടത്, തന്ന ആളെന്നെ അഭിപ്രായം പറയാൻ പറ്റുമോ, ഞാനാണ് നന്നായോ ഇല്ലേ എന്ന് പറയേണ്ടത്. അപ്പോൾ ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവമൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതൊന്നും വേണ്ടായിരുന്നു, അതെന്താ അലീന ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാണ്, ചേച്ചി പോകുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നത്, ഇപ്പം ചേച്ചി പോയി കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് വിഷമല്ലേ ഇവിടുന്ന് പോകുന്നതിൽ, ചേച്ചിയുടെയും കൂടി വീടല്ലേ ഇത്, ചേച്ചിയുടെ സ്വന്തം അമ്മയല്ലേ എന്ന് പറയുമ്പോൾ അലീന വന്നിട്ട് കൃഷ്ണയുടെ വായ പൊത്തി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, ഇവിടെ ആരോടും അതൊന്നും പറയണ്ട, ഇപ്പം അതൊന്നും പറയണ്ട. എന്നിട്ട് പറയുന്നുണ്ട്, നീ രോഹിത്തിനെ വിളിക്കുക, അവനും കൂടി ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് അവന് കൊടുക്കട്ടെ എന്ന്. അപ്പം ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ രോഹിത്തിനെ വിളിക്കാൻ പോവാണ്. എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തിട്ട് പിന്നെ അലീന ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വന്നെ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തോ? കൊടുത്തു, ഇനി അച്ഛന് മാത്രമേ തരാനുള്ളൂ, അച്ഛന് ഞാനൊരു മുണ്ടും ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട്, അത് വലിയ വിലയുടെ ഒന്നുമല്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് എന്തിനാണ് ഗിഫ്റ്റ് എന്ന്. അപ്പോൾ അലീന പറയാണ്, വലിയ ടെക്സ്റ്റൈൽ ഷോപ്പും ജ്വല്ലറി ഷോപ്പൊക്കെ ഉള്ള എനിക്ക് നീ എന്ത് ഗിഫ്റ്റ് തരാനാന്നല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത്. ബാലേന്ദ്രൻ പറയണ, അതല്ലടി മോളെ, അപ്പോൾ നീ എനിക്ക് തരേണ്ടതൊക്കെ മുന്നേ തന്നില്ലേ, ഇനി അതിൽ കൂടുതൽ നീ എനിക്ക് എന്ത് തരാനാ. അച്ഛൻ അവിടെ എന്നെ ഒന്ന് ഷോപ്പ് ചെയ്യാൻ സഹായിച്ചത് പോലുമില്ല, അവിടെ മാറി നിന്ന് ഫോൺ ചെയ്യായിരുന്നു, ആരെയും പ്രതീക്ഷ നിൽക്കുകയായിരുന്നു, അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് മനസ്സിലായി, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. ബാലേന്ദ്രന് ഗിഫ്റ്റ് കൊടുക്കണ നേരം അലീന ബാലേന്ദ്രനോട് പറയാണ്, അച്ഛൻ്റെ മോളാവാൻ ആഗ്രഹിച്ച മോൾ അച്ഛന് തരുന്ന സമ്മാനമാണ് എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രനും വല്ലാണ്ട് ഇമോഷണലാവുന്നുണ്ട്. അലീനയൊക്കെ കരഞ്ഞുകൊണ്ടാണ്, നമുക്കൊന്നും അത് കാണുമ്പോൾ കരച്ചിൽ വരും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെനിക്ക് അറിഞ്ഞൂടെ, നിൻ്റെ മനസ്സ് എനിക്ക് അറിഞ്ഞൂടെ എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അലീന ബാലേന്ദ്രൻ്റെ കാലിൽ പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. നീ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിക്കും. അപ്പോൾ അലീന എന്നിട്ട് ബാലേന്ദ്രനോട് പറയാണ്, ഒരു സമയത്ത് അച്ഛൻ ഒരാളെ കൊല്ലണം എന്ന് കരുതി നടന്നിരുന്ന സമയമുണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം തിരിഞ്ഞും മറിഞ്ഞും അച്ഛൻ്റെ മനസ്സ് മാറി ആ ആളെ തന്നെ മകളായി കാണാനുള്ള മനസ്സ് കാണിച്ചു. അച്ഛൻ എന്തോരം ബുദ്ധിമുട്ടും വിഷമം അനുഭവിച്ചിട്ടാണ് അങ്ങനെ ആയി തീർന്നതെന്ന് എനിക്കറിയാം.
അപ്പോൾ അച്ഛനെ കൊണ്ട് മാത്രമേ അതിന് പറ്റൂ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതൊന്നും എൻ്റെ മനസ്സിൻ്റെ വലിപ്പമല്ല, അതെല്ലാം നിൻ്റെ മനസ്സിൻ്റെ നന്മയാണ് എന്ന് പറയാണ്. അലീനയും കരയുന്നുണ്ട്, ബാലേന്ദ്രനും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ എവിടെ പോയാലും അച്ഛൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. നീ ചെയ്തതൊക്കെ ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ബാലേന്ദ്രൻ ഭയങ്കര ഇമോഷണലായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സ്റ്റാൻലി അലീനയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ബാലേന്ദ്രന് ഫോൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു മുഖവരയുടെ ആവശ്യമില്ല, നിങ്ങളുടെ നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാര്യം പറയണമെന്ന് പറയും. അലീനയുടെ കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ, അലീനയുടെ കാര്യം അല്ലാണ്ട് വേറെ ബ്രസീൽ ജയിക്കുമോ, ലോകകപ്പിൽ ജപ്പാൻ ജയിക്കുമോ എന്ന് സംസാരിക്കേണ്ട ആവശ്യം നമുക്കിടയിലില്ലല്ലോ. അപ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ച് മര്യാദ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഭാര്യയുടെ മുൻ കാമുകനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ പഠിച്ചു വരികയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കാര്യത്തിൽ എന്നിൽ നിന്ന് എന്ത് മറുപടിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞാലും നിങ്ങൾക്ക് 2 വാക്കിൽ പറയേണ്ട മറുപടിയുള്ളൂ, നിങ്ങളതിങ്ങനെ വലിച്ചു നീട്ടണ എന്തിനാ, കാര്യം പറയാൻ പറയും. സ്റ്റാൻലി പറയാണ്, അലീനേനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആവും. സ്റ്റാൻലി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, മിസ്റ്റർ മേനോൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ 2 വിളി വിളിക്കുമ്പോൾ വിളി കേട്ടിട്ട് പറയും. അപ്പോൾ അലീനേനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവളെ വേദനിപ്പിക്കാതെ സംരക്ഷിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ അവളെ ഏറ്റെടുക്കാവൂ, അതല്ലെങ്കിൽ അവളെ ഏറ്റെടുക്കണ്ട. അവൾക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ ഞാനുണ്ടാവും, വേണമെങ്കിൽ കോടതി വരെ ഞാൻ അതിനു വേണ്ടി പോകുമെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, നിങ്ങൾക്ക് എന്താ പേടിയാണോ മിസ്റ്റർ മേനോൻ, ഞാൻ അവളെ ഒരു ശല്യമായി കണ്ട് വകവരുത്തുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ടോ? ഞാനൊരു തീരുമാനം എടുത്തതാണ്. നിങ്ങൾ എങ്ങനെയുള്ള ആളാന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചിലപ്പോൾ മാന്യനായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കൾ എങ്ങനെയാണെന്നറിയില്ല, നാളെ അവർക്കൊക്കെ അവളൊരു ശല്യമായിട്ട് തോന്നിയാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞങ്ങൾ പട്ടാളക്കാരൊരു തീരുമാനം എടുത്താൽ അതൊന്നും മാറില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ എപ്പോഴാണ് വരേണ്ടത്, എവിടെയാണ് വരേണ്ടതെന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവരാം, കുളത്തുപുഴയ്ക്ക് കൊണ്ടുവരാം. അപ്പോൾ അലീനോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പോണ കാര്യം എന്ന് പറയുമ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണ് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല, എങ്ങനെ പറയണം എപ്പോൾ പറയണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുവരാമെന്ന് പറയാണ് ബാലേന്ദ്രൻ. അപ്പോൾ സ്റ്റാൻലി പറയാണ്, നാളെ ഞാൻ പോവുകയാണ്, അപ്പം നിങ്ങളുടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. ബാലേന്ദ്രൻ കുറച്ച് നേരം ആലോചിച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ നേരെ വരുന്ന അലീനയുടെ റൂമിലേക്കാണ്. എന്നിട്ട് പറയും, കുളത്തുപുഴയിൽ നിന്ന് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ എന്താ പറഞ്ഞാൽ അച്ഛൻ സമ്മതിച്ചോ? ഞാൻ എന്തിനാ സമ്മതിക്കാണ്ടിരിക്കണേ, ഞാൻ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ അയാൾ അംഗീകരിച്ചു, അപ്പോൾ ഞാൻ സമ്മതിക്കാണ്ടിരിക്കണ്ടല്ലോ, നിനക്ക് പോകാൻ സമ്മതമാണോ ചോദിക്കും. അപ്പോൾ അലീന പറയും, ഞാനാണല്ലോ പോകണമെന്ന് പറഞ്ഞ് നിൽക്കണത്, ഞാൻ എപ്പോഴേ പോകാൻ റെഡി ആയി നിൽക്കണതാ, ഞാൻ പോവാമെന്ന് പറയും. എന്നാൽ നാളെ പോകണോ ചോദിക്കും. അപ്പോൾ പറയും, നാളെ വേണ്ട, എനിക്ക് എല്ലാവരോടും യാത്ര പറയണം, മറ്റന്നാൾ പോവാമെന്ന് പറയും. ഉറപ്പാണല്ലോ, ഞാൻ വിളിച്ച് പറയട്ടെ ചോദിക്കും. അച്ഛൻ വിളിച്ച് പറഞ്ഞോ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛന് അറിയാവുന്ന ആൾ തന്നെയല്ലേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിലും നല്ല സുരക്ഷിതമായ സ്ഥലം നിനക്ക് കിട്ടാനില്ല, ഞാൻ ഒരുപാട് അലഞ്ഞ് കണ്ടുപിടിച്ചതാണ്, അപ്പോൾ നീ അവിടെ സുരക്ഷിതയായിരിക്കുന്നു പറയുന്നുണ്ട്. എൻ്റെ ബാലേന്ദ്രൻ പോകുമ്പോൾ അലീന അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്.